നമസ്തേ പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും ശ്രീമുരുക ജ്യോതിഷാലയം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ ദിവസങ്ങളിൽ ഒന്നാണ് മാസം തോറുമുള്ള ഷഷ്ഠിവ്രതം. ഇടവ മാസത്തിലെ ഷഷ്ഠി 2025 ജൂൺ 1 ഞായറാഴ്ച ആണ്. ഈ ഷഷ്ഠി തിഥി സമയം മെയ് 31 രാത്രി 8:16 മുതൽ ജൂൺ 1 രാത്രി 8:01 വരെയാണ്. വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠിയിലാണ് വ്രതമെടുക്കുന്നത്. ഓരോ മാസത്തിലെ ഷഷ്ഠിക്കും ഓരോരോ ഫലങ്ങളുണ്ട്. ഇതനുസരിച്ച് ഇടവ മാസത്തിലെ ഷഷ്ഠിയിൽ സ്കന്ദനെ പൂജിച്ചാൽ മാതൃസൗഖ്യമാണ് മുഖ്യമായിട്ടുള്ള ഫലം. ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നവർ പഞ്ചമി നാളിൽ ഉപവസിക്കുകയും ഷഷ്ഠി നാളിൽ പ്രഭാത സ്നാനം, ക്ഷേത്രദർശനം മുതലായവ ചെയ്യുകയും വേണം. ഷഷ്ഠി നാളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിവേദിച്ചോറ് കഴിച്ച് വ്രതം മുറിക്കാം. എല്ലാ വ്രതങ്ങൾക്കും വ്രതം അനുഷ്ഠിക്കുന്ന ദിവസത്തിനാണ് കൂടുതൽ പ്രാധാന്യം. എന്നാൽ ഷഷ്ഠി വ്രതത്തിന് മാത്രം അതിൻ്റെ തലേ ദിവസമായ പഞ്ചമിക്കും അതേ തന്നെ പ്രാധാന്യമുണ്ട്. പഞ്ചമി നാളിൽ ഉപവാസമോ ഒരിക്കലോ നിർബന്ധമാണ്. അന്ന് ഉപവസിക്കാൻ സാധിക്കാത്തവർ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതൽ ഷഷ്ഠി വരെയുള്ള 6 ദിവസവും മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് കൂടുതൽ ഉത്തമമാണ്. സ്കന്ദഷഷ്ഠിക്ക് ഇത്തരത്തിലാണ് കൂടുതൽ പേരും വ്രതം അനുഷ്ഠിക്കുന്നത്. സന്താനലാഭം, സന്തതികളുടെ ശ്രേയസ്, രോഗനാശം, ദാമ്പത്യ സൗഖ്യം, ശത്രുനാശം എന്നിവയാണ് ഷഷ്ഠി വ്രതാനുഷ്ഠാനത്തിൻ്റെ പൊതുഫലങ്ങൾ. മക്കളുടെ ശ്രേയസ്സിന് വേണ്ടി മാതാപിതാക്കൾ ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. ഷഷ്ഠി അനുഷ്ഠിച്ചാൽ സുബ്രഹ്മണ്യൻ്റേതുപോലെ തന്നെ ശിവപാർവതിമാരുടെയും അനുഗ്രഹം സിദ്ധിക്കും. അഭിഷേകപ്രിയനാണ് സുബ്രഹ്മണ്യ സ്വാമി. അതിനാൽ പാല്, പനനീര്, എണ്ണ, നെയ്യ്, തൈര്, പഞ്ചാമൃതം, ഇളനീർ, ഭസ്മം എന്നിവ കൊണ്ട് നടത്തുന്ന അഭിഷേകമാണ് ഏറ്റവും ഉത്തമമായ വഴിപാടുകൾ. പഴം, കൽക്കണ്ടം, നെയ്യ്, ശർക്കര, മുന്തിരി എന്നിവ ചേർത്തുണ്ടാക്കുന്ന വിശിഷ്ട നിവേദ്യമാണ് പഞ്ചാമൃതം. ഈ 5 വസ്തുക്കൾ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ആഗ്രഹസാഫല്യമാണ് പഞ്ചാമൃതാഭിഷേകത്തിൻ്റെ ഫലം. പനനീർ കൊണ്ട് അഭിഷേകം നടത്തിയാൽ മനസുഖം, പാല്, നെയ്യ്, ഇളനീർ എന്നിവ കൊണ്ട് അഭിഷേകം നടത്തിയാൽ ശരീരസുഖം, എണ്ണ കൊണ്ട് അഭിഷേകം നടത്തിയാൽ രോഗനാശം, ഭസ്മം കൊണ്ട് അഭിഷേകം നടത്തിയാൽ പാപനാശം, തൈര് കൊണ്ട് അഭിഷേകം നടത്തിയാൽ സന്താനലാഭം എന്നിവയാണ് ഫലം. അഗ്നിസ്വരൂപനാണ് കുജൻ. അതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുക, എണ്ണ സമർപ്പിക്കുക, നെയ്വിളക്ക് നടത്തുക മുതലായവ കുജദോഷ പരിഹാരത്തിനുള്ള ഉത്തമ മാർഗമാണ്. പെട്ടെന്നുള്ള ഫലസിദ്ധിയാണ് സുബ്രഹ്മണ്യ പ്രാർത്ഥനയുടെ പ്രത്യേകത. ഷഷ്ഠിവ്രതം എടുക്കുന്നവർ
മൂലമന്ത്രം ഓം വജദ്ഭുവേ നമഃ. അഷ്ടോത്തരം സുബ്രഹ്മണ്യ സഹസ്രനാമം, സുബ്രഹ്മണ്യ ഗായത്രി എന്നിവയൊക്കെ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. എല്ലാ കൂട്ടുകാരും ഈ ചാനൽ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക,